അതിന് ശാരദാമ്മയ്ക്കേ കഴിയൂ. അതിന്റെ കാരണം ശുദ്ധമായ ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാബു സാറിന്റെ കമ്പനിയും നടത്തുന്ന ശ്രമങ്ങളും അതിനുവേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാബു സാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനാ ശാരദാമ്മയെ ഞങ്ങൾ വിളിക്കുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റി അത്, തട്ടിത്തെറിപ്പിക്കരുത്. എനിക്കറിയാവുന്ന ശാരദാമ്മ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച ആളാണ്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശാരദാമ്മയ്ക്ക് വേറൊരു വഴി വരാനില്ല. കാരണം ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ കേരള ഓഫീസിലെ ഫുഡ് സെക്ഷനിൽ ശാരദാമ്മയ്ക്കൊരു സീറ്റ് ഉറപ്പാന്നേ. അവിടെ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാന്നുള്ള ഒരു ജോലിയെ ശാരദാമ്മയ്ക്ക് പിന്നുള്ളൂ. എന്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ കുറുപ്പ് സാറേ. അതേതൊക്കെ രീതിയിൽ മാറ്റാൻ പോയാലും മാറില്ല. പിന്നെ കുറുപ്പ് സാറിന് തന്നെ അറിയാലോ, വലിയ വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. എളിയ ജീവിതമായാലും സ്വസ്ഥതയും സമാധാനവും വേണമെന്നുണ്ട്. അതെനിക്ക് എന്റെ ഈ കൊച്ചു ലോകത്ത് നിന്ന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ദയവായി എന്നെ ഒന്ന് ഒഴിവാക്കണം കുറുപ്പ് സാറേ. അയ്യോ, ഇതൊരു ധിക്കാരമായിട്ടൊന്നും കാണരുത്. കാരണം വലിയ ആളുകളുടെ ലോകത്ത് ജീവിക്കാൻ എനിക്കെപ്പോഴും പേടിയാ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളാവും. എന്നെ ഇനി നിർബന്ധിക്കരുത്. അത് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. കുറുപ്പ് സാറേ, ഇനി ശാരദാമ്മയെ നിർബന്ധിക്കണ്ട. കുറുപ്പ് സാർ എനിക്ക് ഗുരുതുലനായ ഒരാളാ. ഇദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ശാരദാമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും പങ്കെടുക്കാം. ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. നമ്മളെ തേടി വരുന്ന ഭാഗ്യം തട്ടിത്തെറിപ്പിക്കരുതെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഇനിയെല്ലാം ശാരദാമ്മയുടെ ഇഷ്ടം.